ബ്രേക്ക്. ആദ്യ റൗണ്ടിൽ യുഡിഎഫിന് ആധികാരിക ലീഡ് അവകാശപ്പെടാനില്ല. യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എൽഡിഎഫും അൻവറും വോട്ട് പിടിച്ചു. 3 യുഡിഎഫ് ബൂത്തുകളിൽ എൽഡിഎഫിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. കോൺഗ്രസിന്റെ റഡാർ കാണാതെ പോയ PV അൻവറിന്റെ ബസ്റ്റർ ബോംബുകൾ പതിച്ചു ഇരിക്കുന്നു. ഒന്നാമത്തെ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് എം സ്വരാജ് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു. ശക്തി കേന്ദ്രങ്ങൾ എൽഡിഎഫും അൻവറും വോട്ട് പിടിച്ചു. യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് എൽഡിഎഫും അൻവർ വോട്ട് പിടിച്ചത്. ഒരു പോയിന്റ് വളരെ കൃത്യമായി പറയണം. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ 3 ബൂത്തുകളിലെങ്കിലും എം സ്വരാജിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുകയും 1588 പേർ ഞങ്ങൾക്ക് PV അൻവർ മതി, ഞങ്ങൾക്ക് PV അൻവർ മതി എന്ന് പറയുകയും ചെയ്തു. ഒരു കാര്യം കൂടി ചേർത്ത് പറയണം. 1588 വോട്ട് PV അൻവർ പിടിച്ചെങ്കിൽ PV അൻവർ ഒരു സീരിയസ് കാൻഡിഡേറ്റ് കൂടിയാണ്. വോട്ട് കട്ടർ മാത്രമല്ല, വെറും ഒരു അൻവർ 1500 വോട്ട് പിടിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടന്ററായി അൻവർ മാറുന്നതിന്റെ ആദ്യ ലക്ഷണം കൂടിയാണ്. ആദ്യത്തെ 14 ബൂത്തുകൾ എണ്ണുമ്പോൾ 3 UDF ബൂത്തുകളിലടക്കം സ്വരാജ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഴിക്കടവിൽ UDF അവകാശപ്പെട്ട ലീഡ് UDFിന് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ 14 ബൂത്തുകൾ എഴുതുമ്പോൾ ഇലുവിൽ പാഠമൊന്ന് പുഞ്ചിരി ഉണ്ടെങ്കിലും ആ പുഞ്ചിരിക്ക് തിളക്കം അത്ര പോരാ. പക്ഷേ LDFിന്റെ ആ വരവിനുണ്ടല്ലോ, ആ വരവിന് എന്ത് തിളക്കം. അതായത് അൻവർ പിടിച്ചത് UDFിന്റെ വോട്ടുകളാണെന്ന് ഇനിയെങ്കിലും സമ്മതിക്കാമോ? കാരണം സ്വരാജ് വോട്ട് ഉയർത്തി. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സുജയ. 3 UDF കേന്ദ്രങ്ങളിൽ LDF ലീഡ് നേടിയാൽ എവിടെ ഭരണവിരുദ്ധ വികാരം? എവിടെ ഭരണവിരുദ്ധ വികാരം? ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ അൻവർ വോട്ട് കൊണ്ടുപോകും പറഞ്ഞപ്പോ നമ്മളെ കളിയാക്കി. ഇപ്പൊ കണ്ടോളൂ. അൻവർ കൊണ്ടുപോയ വോട്ട് UDFിന്റേതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കി. ഇത് PV അൻവർ തുടങ്ങിയ അശ്വമേധമാണ്. ഈ അശ്വമേധം അവസാനിപ്പിക്കുമ്പോ ഈ ആകാശത്തെ പിടിച്ചു കെട്ടാൻ അവിടെ ആരുണ്ടെന്ന ചോദ്യം PV അൻവർ ചോദിക്കും. അതേസമയം ആദ്യ റൗണ്ടിൽ 1588 വോട്ട് PV അൻവർ ഒരു അശ്വമേധമായി മാറുന്നു. അപ്പോഴും സൗമ്യനായി നിലപാടുകളുടെ തറയിൽ നിന്നുകൊണ്ട് PV അൻവർ ഒരുക്കി കൊടുത്ത വഴിയാണെന്ന് പറയുമ്പോഴും ആ നിലപാടുകൾ കൊണ്ട് UDFിന്റെ ബൂത്തുകളിൽ LDF വഴിക്കടവിൽ ഇനിയും 1.5 റൗണ്ട് ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യും. 1.5 റൗണ്ട് അല്ല, 1500 വോട്ട് 14 ബൂത്തുകളിൽ 11 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 11 ഇടങ്ങളിൽ മാത്രമാണ് UDFിന്റെ ബൂത്തുകൾ എന്നിരിക്കുമ്പോൾ ആ 11 ബൂത്തുകളിൽ പോലും 3 ബൂത്തുകളിൽ LDF ആധിപത്യം നേടി എന്ന് പറയുമ്പോൾ 14 6 ബൂത്തിലും LDF ആണ്, 11 6 ബൂത്തിലും LDF ആണ്. എങ്ങനെ സംഭവിക്കുന്നു? യുഡിഎഫിന്റെ വോട്ട് അൻവർ കൊണ്ടുപോയി. UDFും LDFും 5000ഉം 6000ഉം അൻവറിന്റെ പ്രതീക്ഷ സ്ഥാനത്ത് ആദ്യ റൗണ്ടിൽ അൻവർ 1500-നടുത്ത വോട്ട്. അൻവർ ഹീറോ. അൻവർ കടന്നു കയറിയാൽ ഇതാണ് പോക്കെങ്കിൽ അൻവർ വളരെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാട്ടുന്നു. ഇങ്ങനെയാണെങ്കിൽ 14 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 15,000-നല്ല 20,000 വോട്ടുകൾക്ക് മുകളിൽ. നോക്കൂ, കോൺഗ്രസിന്റെ കണക്കുകൾ പ്രകാരം 3 റൗണ്ട് കഴിയുമ്പോഴാണ് 1200 പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലിപ്പോൾ 500 ആയിരിക്കുന്നു. സമ്മതിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ ബൂത്തുകളിൽ LDF നേടുന്ന ലീഡ് ഒരു ട്രെൻഡാണ്, ഒരു സൂചനയാണെന്ന് അവർ ഇത്രയും പ്രതീക്ഷിച്ചു. കോൺഗ്രസിന്റെ ബൂത്തിൽ എങ്ങനെ അൻവർ ഇത്ര വോട്ട് പിടിച്ചു? കോൺഗ്രസിന്റെ ബൂത്തിൽ എങ്ങനെ LDFിന് ലീഡ് വന്നു? 3 പ്രധാനപ്പെട്ട ബൂത്തുകളിൽ കോൺഗ്രസിന്റെ ബൂത്തുകളിൽ UDFിന്റെ ബൂത്തുകളിൽ LDFിന്റെ ലീഡാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. ഒന്നാമത്തെ ലീഗിന്റെ ബൂത്തിൽ 153 വോട്ടാണ് അൻവർ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലീഗിലെ വോട്ടും കൂടി PV അൻവറിലേക്ക് പോയിട്ടുണ്ട്. 153 വോട്ട് എവിടുന്ന് വരുമല്ലാതെ കുറിച്ചു വെച്ചോളൂ. പറഞ്ഞതൊന്നും പാഴാവില്ല, ചെയ്ത വോട്ടും പാഴാവില്ല. ഈ വസന്തം പൂക്കുന്നിടത്ത് ഒരുപക്ഷെ സ്വരാജിന്റെ ചെങ്കൊടി ഉയരുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. UDF പ്രതീക്ഷിച്ച ആത്മവിശ്വാസമില്ല. ഇപ്പോൾ ഒന്നാമത്തെ അവിടെ PV അൻവർ എല്ലാ സഹായവും ചെയ്തിരിക്കുന്നു. നിലപാടുകൊണ്ട് അന്നും ഇന്നും ഒരൊറ്റ നിലപാട്. പിണറായി സത്തിനെതിരായ പോരാട്ടത്തിൽ PV അൻവറിന്
LDF-ൽ നിന്ന് വോട്ട് പിടിക്കാനായോ? പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഈ പറഞ്ഞ PV അൻവർ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യും, UDF-ലേക്കും അൻവറിലേക്കും പോകുമ്പോൾ ഞങ്ങളെ കളിയാക്കി. അങ്ങനെ കണ്ടോളൂ, ഇത് കണ്ടോ? PV അൻവർ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയി മാറുന്നു എന്നതിന്റെ സൂചനയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. തുടക്കം തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. കഴിക്കാമോ? നെയ്യപ്പമാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഉശിരോടുകൂടി നെഞ്ചിരിച്ചെന്നൊരു വിളിയുണ്ട്. അറിയാമോ? 100 പൂക്കളെ ആ വിളികൾ കേൾക്കാനായിട്ട് നിലമ്പൂരിന്റെ വഴി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ പൂമരം തളിർക്കണമെങ്കിൽ അതിൽ പൂവിടണമെന്നുണ്ടെങ്കിൽ അമ്പുക്ക വിചാരിക്കണം. ഒരു പിന്തുണയും ആവശ്യമുണ്ടായിരുന്നില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ OLX-ൽ പരസ്യം ചെയ്തവരൊക്കെ എവിടെ? ആ OLX-ൽ പരസ്യം ധൈര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞവർ